പ്രായത്തിൽ കൂടിയ ഒരു ഇനി പറയാനാ, ഇനി അത് അടുത്ത തുടങ്ങാനാ. എന്റെ സെയിം ഏജ്. ഓ അത് പിന്നെ ഈ പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ പ്രായത്തിൽ കൂടുതൽ നമുക്ക് അമ്മയുണ്ട് അല്ലെ, അമ്മായി അമ്മയുണ്ട്, ഇവരിൽ നിന്നൊക്കെ ഒരു പാഠം ഉൾക്കൊണ്ട് അഭിനയിക്കാനും പറ്റുമോ ഈ ക്യാരക്ടർ? എന്റെ അമ്മച്ചി, അമ്മയുടെ ഒക്കെ ഒരു രീതികളുള്ള ഒരു ക്യാരക്ടർ. അതുപോലെ എന്നെ ചെറുപ്പത്തിൽ നോക്കുന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ബോബനും മോളിയിലെ ഒരു അമ്മച്ചിയെ കാണിക്കത്തില്ലേ നമ്മുടെ കഥയില്, ആ അമ്മച്ചി ഈ ക്യാരക്ടറുമായിട്ട് നല്ല സാമ്യമുള്ള ഒരു അമ്മച്ചി. മോളിലെ അമ്മച്ചി പോലത്തെ അമ്മച്ചിയാണ് ബോബന് മോളിലെ പട്ടിയായിട്ടാണ് എന്നെ കണ്ടത്. ഇല്ല ആശ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ഒന്നും പറയുന്നില്ല, അതല്ലേ നമ്മളെന്തെങ്കിലും പറയാൻ നേരത്തെ ഇവര് റാഗിങ് ഏയ് അങ്ങനെയൊക്കെ പറയുന്നേട്ടോ. ഇനി അത് പറയുന്നു. ഇപ്പൊ സിനിമാ സെറ്റിൽ, സർക്കാർ സിനിമയുടെ സെറ്റിൽ പോലും അടുത്ത വാർത്തയാണ് അല്ലെ ഈ പറഞ്ഞ പോലെ. അങ്ങനെ കുറെ കഥാപാത്രങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അല്ലെ. അവരൊക്കെ ഈ വേഷം ഇട്ട് നടക്കുന്ന രീതികളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ വേഷം ഇടുന്നവര് അവരുടെ ഒരു സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ, അവര് നടക്കുന്നത്. അതൊക്കെ നമ്മൾ എപ്പോഴും ഓരോ ശ്രദ്ധിക്കണം. അത് നമ്മൾക്ക് ഒരു ഓർമ്മ വരും നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴൊക്കെ. എന്തായാലും നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഇനി പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. മൊത്തം ഗെറ്റപ്പും വേറെയല്ലോ. അതെ, പഴയ ചെമ്മീനിലൊക്കെ സിനിമയിലൊക്കെ ക്രൂരമായ മേക്കപ്പിന് ഇരയായ ആളാണ്. വീണ്ടും റാഗിങ് അവിടെ നടന്നിട്ടുണ്ടോ? അതെ, ഒരു മേക്കപ്പ് മാൻ എന്നെ കഷണ്ടിയാക്കി. അപ്പൊ ഇത് ഒറിജിനൽ മുടിയാന്ന് പറയാൻ ഉദ്ദേശിക്കണാണോ? ഇത് ഒറിജിനൽ മുടിയല്ലേ. നമ്മുടെ മനോജ് അങ്കമാലിയാണ് മേക്കപ്പ് മാൻ. അദ്ദേഹം സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. എന്റെ അടുത്ത് താടി വളർത്താൻ പറഞ്ഞ് മുടി വളർത്താൻ പറഞ്ഞു. ഞാൻ വെച്ച് അങ്ങനെ ഒരു കഥാപാത്രമായിരിക്കും എന്ന് പറഞ്ഞത്. നേരെ ഇത്രയും ഭാഗത്ത് മുടിയെടുത്ത് കളഞ്ഞു, കണ്ണിൽ ലെൻസ് വെച്ച് തന്നു, പിന്നെ നരപ്പിച്ചു, മുഖം കോടിക്കാൻ പറഞ്ഞു. അവസാനം എനിക്ക് പോലും എന്നെ മനസ്സിലായില്ല. ട്രെയിലർ കണ്ടവരോ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇന്നലെ എന്നെ വിളിച്ചു, എടാ നീ കുറെ ദിവസമായിട്ട് ഈ സിനിമയുടെ ഓരോന്ന് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, നീ ഇതിന്റെ സംവിധായകനാണോ? ഞാൻ അല്ല. നീ തിരക്കഥ നീയാണോ? ഞാൻ മൊത്തം പേര് നോക്കി, ഇതിന്റെ പേരില്ലല്ലോ പറഞ്ഞു. ഞാൻ ഇല്ലടാ, ഞാൻ ട്രെയിലർ ഉണ്ടോ? ട്രെയിലർ മുഴുവൻ കണ്ടു. നീ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്തെന്ന് പറയണ. സുഹൃത്ത് നീ ആക്ഷേപിക്കുവാണോ ചോദിച്ചവൻ്റെ അടുത്ത്. സീരിയസ് ആയിട്ട് അവസാനം ഞാൻ പറഞ്ഞു, ഇതാണ് ക്യാരക്ടർ, ഇത്രയും ഏജ്ഡായിട്ടുള്ള ക്യാരക്ടറാണ് നീ. അപ്പൊ ഇതാണോ നീ എന്ന്. അപ്പൊ അങ്ങനെയാണ്. ഇത് സ്വയം പൊക്കല, ഇത് സ്വയം പൊക്കലല്ലേ? സ്വയം പൊക്കലല്ല. ആ ഫോട്ടോ ഒന്ന് കാണിച്ചു തന്നിട്ട് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നു നോക്ക്. നോക്ക്, പുറകിലോട്ട് നോക്ക്. അല്ല അതല്ലല്ലോ, മറ്റേ ആ ഫോട്ടോ ഈ പോസ്റ്ററിലില്ല. അത് നല്ലതാണ്. കാരണം രജിതേട്ടൻ രാവിലെ വന്നു. അപ്പൊ ഞങ്ങൾ നേരത്തെ അറിയാം, രാവിലെ വന്നു. രജിതേട്ടൻ എപ്പോഴും വന്നതൊക്കെ പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഷോട്ടിന് പോയി ഒരു അരമണിക്കൂർ രജിതേട്ടൻ വന്ന് ഞാൻ ചിരിച്ചിട്ട് ഓടിക്കളഞ്ഞു കണ്ടപ്പോ. അപ്പൊ മേക്കപ്പ് ആയിട്ടില്ല, ഇത്രയും ഭാഗം പഠിച്ചതേ ഉള്ളൂ. കാരണം ഞാനില്ല, എനിക്ക് റാഗിങ്ങിന് പോലെ എനിക്ക് തോന്നി. വന്ന് കയറിയപ്പോഴേ ഇത്ര മുടി പഠിച്ച കളഞ്ഞു. അപ്പോഴത്തേക്ക് ആരും എടുത്തു തോന്നി ഫസ്റ്റ് സിനിമയിൽ തന്നെ അന്യായ മേക്കോറാണല്ലോ. എന്റെ പൊന്നെ, ആരും തിരിച്ചറിയാതെ പോകില്ല. മനോജങ്കമാലി എങ്ങനെയുണ്ട്? എല്ലാ ദിവസവും 1.5 മണിക്കൂർ പണിയുണ്ട് പോകത്ത്. അതാണ് എന്താണ് ക്യാരക്ടറിനകത്ത്? ക്യാരക്ടർ ലൂയിസ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. 2 ഗെറ്റപ്പ് ഉണ്ട്. അയാളുടെ ഒരു മിഡിൽ ഏജും ഉണ്ട്, പിന്നെ അയാൾ ഒരു ബെഡ്ഡൺ ക്യാരക്ടറാണ്. അയാളുടെ കുറച്ച് പരിപാടികളും, പിന്നെ ഞാൻ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ മനസ്സിൽ വിചാരിച്ച് അഭിനയിക്കാൻ വരുമ്പം ഡബ് ചെയ്ത് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. പടത്തിലെ ഡയലോഗ് ഇല്ലായിരുന്നു. 3 ഡയലോഗ് ഉണ്ടായിരുന്നുള്ളൂ. അതും പറയുന്നത് നിന്റെ ശബ്ദവും നീയുമാണ് തിരിച്ചറിയാൻ മാത്രമാണ് അത് വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ആരും തിരിച്ചറിയാതെ പോകുന്നു. പുള്ളിക്ക് എന്തോ ഒരു വിഷമം തോന്നിയിട്ട് എന്നോട് കരുണ കാണിച്ചതാണ്. ആദ്യ പടമല്ലേ, രക്ഷപ്പെടുത്തി അങ്ങനെ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഡബിങ്ങിന് ഒരു 3 പീസ് ഡയലോഗേ ഉള്ളൂ. പക്ഷെ ക്യാരക്ടർ ത്രൂ ഔട്ടുണ്ട്. അവർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറായിരിക്കും സിനിമയായിരിക്കും. ഏതാണ്? അല്ല, ക്യാരക്ടർ എനിക്ക് കുറച്ച് നമുക്ക് ഇഷ്ടം തോന്നും. ഭയങ്കര ഇഷ്ടം തോന്നും ആ ക്യാരക്ടറിനോട്. ഒരു ക്യാരക്ടർ സെന്റിമെന്റൽ ഇഷ്ടം വരും.
ആൾക്കാർ കണ്ട് തീരുമാനിക്കും. അല്ല, ഈ സിനിമ പൊതുവെ ഞാൻ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നുന്നത് ഇത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. എന്നുവെച്ചാൽ എന്തൊക്കെ ഉണ്ട്, നമുക്കൊരു എപ്പോഴും ഒരു ഫീലൊക്കെ മനസ്സിലേക്ക് കയറുമ്പോഴാണല്ലോ ഒരു സിനിമയുടെ വിജയം. എപ്പോഴും ആ സന്തോഷത്തിലുള്ള ഒരു ഫീലും കൂടെ കിട്ടുമ്പോൾ ആ സിനിമയ്ക്ക് ഒരു വിജയം ഉണ്ടല്ലോ. ഈ സിനിമയ്ക്ക് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാവുന്ന ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ സിനിമ ചെയ്യുന്ന പോലെ ഒരു ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസറെ സ്ക്രിപ്റ്റ് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കമ്മിറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സിനിമയല്ല, അങ്ങനത്തെ ഒരു പദ്ധതി, അങ്ങനത്തെ പ്രൊജക്റ്റ് അല്ല. ഇത് ഗവൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ അവർ ഒരുപാട് സ്ക്രിപ്റ്റ് ക്ഷണിക്കുന്നു. അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് വലിയ ഒരു 4-5 പേരടങ്ങുന്ന വലിയ ബോർഡിന്റെ 3-4 ഫിൽറ്ററിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പദ്ധതി പ്രകാരമുള്ള സിനിമകൾ സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ഫിൽറ്ററിന്റെ ഭാഗമായിട്ട് വന്ന സിനിമയാണ്. അപ്പോൾ അതിന്റെ ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ ആ ബോർഡ് മെമ്പറിലുള്ളത് ഷാജി അൻകറിനെ സാറിനെ പോലെയുള്ള അന്താരാഷ്ട്ര സിനിമകളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അവരിലൂടെ കടന്നു വന്ന് അവർ സെലക്ട് ചെയ്ത സിനിമ എന്ന് പറയുമ്പോൾ ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ടാവുമല്ലോ. ആ ഗ്യാരണ്ടിയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാം. നല്ല സിനിമയായിരിക്കും, കാണുന്നവർക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് കിട്ടുന്ന കലാമൂല്യമുള്ള ഒരു നല്ല സിനിമയായിരിക്കും. കലാമൂല്യം, ഒരു സബ്ജക്ട് കലാമൂല്യം വേണമല്ലോ. വലിയ വിമർശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സിനിമയാണ് ആളുകളെ വഴി തിരിച്ചുവിടുന്നത്, അടിമകളാക്കുന്നതെന്ന് പറയുമ്പോൾ. അങ്ങനെയാണെങ്കിൽ തല്ലുമാലാക്കണമെന്ന് എന്തോരം ഒരു വീട്ടിൽ കയറി തല്ലണം അല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ്, സിനിമയ്ക്കൊരു സ്വാധീനമുണ്ട്. അല്ല, ആ സിനിമ എന്നെ സ്വാധീനിച്ചതുകൊണ്ടാണ് ഞാൻ സിനിമ നടനായത്. സിനിമ എന്നെ അങ്ങനെയാണ് സ്വാധീനിച്ചത്. മറ്റുള്ളവരെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് എനിക്കറിയാൻ പാടില്ല. പേഴ്സണലി സിനിമ എന്നെ സ്വാധീനിച്ചത് ഒരു സിനിമാ നടനാവണം എന്നുള്ളൊരു ആ ഒരു പോയിന്റാണ്. അല്ല, ഗൂഗിൾ പറഞ്ഞപ്പോൾ സിനിമ ഗൂഗിളിൽ അങ്ങനെ സ്വാധീനിച്ചെങ്കിൽ ഈ മറ്റുള്ളവർ ചെയ്യുന്നത് സിനിമയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എടുത്ത് ഇവർ പെരുമാറുന്നു എന്നാണോ അതിന്റെ അർത്ഥം? അല്ല, ഞാൻ പറഞ്ഞത് സിനിമ എന്നെ സ്വാധീനിച്ചത് ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ് സിനിമ നടനായത്? സിനിമ എന്നെ സ്വാധീനിച്ചുകൊണ്ടാണ് ഞാൻ സിനിമ നടനായത്. എനിക്ക് ആ മാധ്യമം എന്നെ സ്വാധീനിച്ചുകൊണ്ടാണ് എനിക്ക് സിനിമ നടനാണെന്ന് ആഗ്രഹം ഉണ്ടായത്. അങ്ങനെയാണ് സിനിമ ട്രൈ ചെയ്ത് സിനിമ നടന്നത്. അല്ല, അത് കറക്റ്റാണ്. ഗൂഗിൾ പറഞ്ഞ ഉത്തരം കറക്റ്റാണ്. അത് തന്നെ ചില ആളുകൾ സ്വാധീനിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വയലൻസ് ഉണ്ടാവുന്നതെന്ന് നിങ്ങളുടെ വിശ്വസിക്കുന്നത്. ഗൂഗിളിന്റെ മറുപടിയിൽ നിന്ന് അതുണ്ട്. ഗൂഗിളിനെ സ്വാധീനിച്ചത് സിനിമ എന്ന മാധ്യമത്തെ സ്വാധീനിച്ചുകൊണ്ടാണ് ഞാൻ സിനിമ നടനായത്. അവിടെ തന്നെയാണ് എൻ്റെ ചോദ്യം. അത് തന്നെയാണല്ലോ ഇപ്പം ചില ആളുകൾ പറയുന്നത്, മയക്ക് മരുന്ന് അല്ലേ, ഇവിടെ വയലൻസ് സീനുകൾ, അത് ചില ആളുകൾ സ്വാധീനം. അപ്പോൾ സിനിമയെ അവർ സ്വാധീനിക്കുന്നതുകൊണ്ട് അവർ ആ രീതിയിലേക്ക് മാറുന്നു എന്ന് വിശ്വസിക്കണമല്ലോ ഇപ്പൊ ഗൂഗിളിന്റെ മറുപടിയിൽ നിന്ന്. ഇല്ല, അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഗൂഗിൾ പറഞ്ഞ മറുപടി അതാണ്. സിനിമ എന്നെ സ്വാധീനിച്ചത് എങ്ങനെയാണെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വ്യക്തികളെ സ്വാധീനിക്കുന്നില്ല അപ്പോൾ സിനിമ. അതെനിക്കറിയാൻ പാടില്ല. സിനിമ എന്നെ സ്വാധീനിച്ചത് ഇങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഗൂഗിൾ അവിടെയാണ് ഒരു ക്ലാരിറ്റി വേണ്ടോ? ഗൂഗിൾ അല്ല, ഗൂഗിളിനെ സ്വാധീനിക്കുന്ന സിനിമയാണ്. സിനിമയിൽ നിന്ന് സ്വാധീനിച്ച സിനിമ ഗൂഗിളിനെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? സിനിമ നടനാവുന്നുള്ള ആക്ടിങ്. ആ ആക്ടിങ്ങിൽ തന്നെ ചില ആൾക്കാരെ സിനിമയെ സ്വാധീനിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ സിനിമ കാണുന്ന പ്രശ്നം. അപ്പൊ ഗൂഗിൾ ചെയ്തത് ഞാൻ മനുഷ്യന് വിവേക ബുദ്ധി എന്ന് പറഞ്ഞൊരു സാധനം തന്നിരിക്കുന്നേ, തെറ്റേതാ ശരിയേതാന്ന് അറിയാനുള്ള. നമുക്കറിയില്ലേ സിനിമയിലെ ഇന്ന സാധനങ്ങൾ തെറ്റാണ്, ഇന്ന സാധനങ്ങൾ ശരിയാണെന്നുള്ളത്. അതിനല്ലേ വിവേക ബുദ്ധി. മൃഗങ്ങളിൽ നിന്ന് എങ്ങനെയാ മനുഷ്യൻ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? വിവേക ബുദ്ധി. അതാണ് എന്റെ ആൻസർ. അപ്പൊ അത് ബുദ്ധിപരമായിട്ട് സിനിമയായിട്ടും ജീവിതത്തെ ജീവിതമായിട്ടും അല്ലെ? ഞാൻ രക്ഷപ്പെടുത്തി കേട്ടോ. അതാണ് സിമ്പിൾ ആയിട്ടുള്ള ഉത്തരവാണ്. ഒരിക്കലും സിനിമയെ നമ്മൾ കുറ്റം പറയേണ്ട കാര്യവുമില്ല. നമ്മൾ എങ്ങനെയാണെന്ന് മനുഷ്യൻ എങ്ങനെയാണെന്ന് മനുഷ്യൻ തീരുമാനിക്കാം. സിനിമ കാണുന്നത് എല്ലാം കാണുന്നതിന് പണ്ടൊക്കെ ഉള്ള സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കൂട്ട ബലാത്സംഗം നടക്കുള്ളൂ അല്ലെ? പണ്ടത്തെ സിനിമകൾ ഞാൻ വ്യാഖ്യാനിച്ചാൽ അങ്ങനെയാണ് കേട്ടോ അല്ലെ? പണ്ടത്തെ സിനിമകൾ അങ്ങനെയല്ല. അപ്പൊ സിനിമയായിട്ടാണ് അതാണ് ഇപ്പൊ പറഞ്ഞത്. അല്ലെ, ഒരു വ്യത്യാസമുണ്ട്. ടീനേജ് പിള്ളേരോട് നമ്മൾ ഇതൊന്നും അവതരിപ്പിക്കാനും കൂടെ പ്രയാസമുണ്ട്. കുട്ടികളിൽ ഇത് നമുക്ക് വിവേക ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ പ്രയാസമാണ്. അപ്പം അതിനുള്ള ഇപ്പം അവൈലബിൾ ആണ്. പണ്ട് നമുക്ക് ഇത്രയും സിനിമകൾ കാണാനുള്ള ഒരു ഫെസിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ ടൈം ഇൻ്റർനെറ്റ് പോലുള്ള എല്ലാ ഫെസിലിറ്റിയും ഫ്രീയാണ്. അപ്പം കുട്ടികൾക്ക് ഏത് ലാംഗ്വേജിലുള്ള സിനിമ കാണാനുമുള്ള ചാൻസസ് ഉണ്ട് ഇപ്പം, ഏത് തരം സിനിമകൾ. അപ്പം മാതാപിതാക്കൾ അതിനകത്ത് കുടുംബത്തിൽ നിന്ന് തുടങ്ങണം അല്ലെ? മക്കളെ ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ നിന്നും തുടങ്ങണം അല്ലേ? വീട്ടിൽ നിന്നും തുടങ്ങണമെന്നാണ് എൻ്റെ ഒറ്റ വാക്കിൽ പറഞ്ഞത്. വീട്ടിൽ നിന്നും ഒരു നിയന്ത്രണം ഉണ്ടായാൽ അത് ഒരു സ്ഥലത്തും എവിടെയും എത്താതെ നല്ല രീതിക്ക് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ. പക്ഷേ അതിനും ഒരു പരിധിയുണ്ട്. ഈ പറഞ്ഞതുപോലെ അതിനും ഇന്നത്തെ ഇൻ്റർനെറ്റ് യുഗം വലിയ യുഗമാണ്. മൊബൈൽ വലിയ
ഇതിന് വലിയ പ്രോത്സാഹനം കൊടുക്കുന്ന മൊബൈൽ സംവിധാനമുണ്ട്. ഇതെല്ലാമാണ് ഒരു പരിധിവരെ ഇങ്ങനെയൊക്കെ ആയി മാറുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കാം. അങ്ങനെയുള്ള സമൂഹമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ സിനിമയിൽ മാത്രം അടിച്ചേൽപ്പിക്കുന്നതിൽ ഞാൻ സ്വയം യോജിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. സിനിമയിൽ മാത്രം സിനിമ കണ്ടുകൊണ്ടാണ് ഈ വയലൻസ് ഉണ്ടായത്. ദൃശ്യം കണ്ടിട്ടാണ് ആ കൊലപാതകം നടന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല, അല്ലേ? മാർക്കോ കണ്ടിട്ടാണ് അവൻ പോയി വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. അപ്പോൾ സിനിമയിലേക്ക് മാത്രം തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സിനിമകൾ ഉണ്ടാകില്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.